നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? താളകം. താളകം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല വിധത്തിലും താളകം ഉണ്ടാക്കാറുണ്ട്. താളകം എന്ന് പറയുന്നത് ഒരു വളരെ പഴമയേറിയ ഒരു കറിയാണ്. ഇറ്റ്സ് എ വെരി ട്രഡീഷണൽ ഓൾഡൻ സ്റ്റൈൽ കറി എന്ന് വേണമെങ്കിൽ പറയാം. പല വലിയ തറവാടുകളിലും ഒക്കെ ഈ ഒരു കറി വളരെ ഫേമസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, സ്പെഷ്യലി തിരുവാതിരയുടെ സമയത്ത്. പക്ഷെ അതല്ലാത്ത പക്ഷം നോർമൽ ആയിട്ടുള്ള സ്റ്റൈലിലും ഉണ്ടാക്കാറുണ്ട്. തിരുവാതിരയുടെ സമയത്തൊക്കെ 7 പച്ചക്കറി അതേമാതിരി 9 പച്ചക്കറിയൊക്കെ വെച്ചിട്ടാണ് താളകം ഉണ്ടാക്കാറ്. ഒരു ജനറൽ ആയിട്ടുള്ള രീതിയിൽ വീട്ടിലൊരു കറിയായിട്ട് വെക്കുന്ന സമയത്ത് മിനിമം 4 എണ്ണമെങ്കിലും വേണം എന്നാണ് താളകത്തിന്റെ ഒരു റൂൾ. ഓക്കെ, അപ്പോ ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഈ കാണുന്ന 4 പച്ചക്കറി മസ്റ്റ് ആയിരിക്കണം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തൻ ആഡ് ചെയ്യാം, ചേന ആഡ് ചെയ്യാം, പടവലങ്ങ ആഡ് ചെയ്യാം, അവരക്ക ആഡ് ചെയ്യാം. പക്ഷെ ഉരുളക്കിഴങ്ങ്, എന്താണ് പറയാ, മുരിങ്ങക്കായ, വഴുതനങ്ങ, അതേമാതിരി തന്നെ വെള്ളരിക്ക, ഇത് 4 എണ്ണം വളരെ കമ്പൽസറി ആണ്. ബാക്കി നിങ്ങൾ ഇഷ്ടമുള്ളത് ആഡ് ചെയ്തോളൂ. ഓക്കെ, മോഡേൺ വെജിറ്റബിൾസ് ആയിട്ടുള്ള രീതിയിലൊന്നും ആഡ് ചെയ്യരുത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ചൊരക്ക, അതേമാതിരി തന്നെ എന്താ പറയാ, നമ്മുടെ മറ്റേ പീച്ചിങ്ങ, അതേമാതിരി ക്യാരറ്റ്, അങ്ങനെയൊന്നും വേണ്ട. അതല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞ മാതിരി മത്തൻ, ചേന, പടവലങ്ങ, അതേമാതിരി അവരക്ക, അതൊക്കെ ആഡ് ചെയ്യാട്ടുള്ളൂ. അതൊരു വിരോധമില്ല. ഞാൻ ഇന്ന് ഒരു സിമ്പിൾ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന താളകമാണ് കാണിക്കാൻ പോകുന്നത്. കഴിച്ചു നോക്കൂ. ഇതൊക്കെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഭാഗങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ്. ഇന്നൊന്നും ആരും താളകം വീട്ടിലുണ്ടാക്കാറില്ല. എന്താ കാര്യം വെച്ചാൽ മറന്നു, ആൾക്കാർ ആ ഡിഷിനെ മറന്നു. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. പറഞ്ഞു തരട്ടെ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഉരുളക്കിഴങ്ങ് വേണം, മുരിങ്ങക്കായ വേണം. മുരിങ്ങക്കായ കുറച്ച് കൂടുതൽ എടുത്തോളൂ, അപ്പോഴേ മണം ഉണ്ടാവുള്ളൂ. വഴുതനങ്ങ ഞാനിപ്പോ വലുതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനത്തെ വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം, ചെറുതും എടുക്കാട്ടുള്ളൂ. പിന്നെ വെള്ളരി ഒരു ഹാഫ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മുറിക്കണം. കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് മുറിക്കുക. എന്നതിന് ശേഷം നമുക്കൊരു ഫ്രൈ ചെയ്തിട്ട് ഒരു സംഭവം അരയ്ക്കാൻ, പൗഡർ ചെയ്യാനുണ്ട്. ആ സംഭവം നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഇതൊന്ന് മുറിക്കട്ടെ. ഇപ്പോ ഞാൻ ഈ പച്ചക്കറിയൊക്കെ മുറിച്ചു. എന്നിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ച്, വളരെ ലേശം വെള്ളം മതി. എന്താ കാര്യം വെച്ചാൽ ഈ എന്താ പറയുക, വെള്ളരിക്കന്നൊക്കെ വെള്ളം വരുമല്ലോ. പിന്നെ നമ്മൾ അരപ്പ് ഒഴിച്ചിട്ട് തിളപ്പിക്കുക. പിന്നെ പുളി ഒഴിക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ആവുമ്പോൾ ഒരു കുറുകുറോന്നുള്ളൊരു ഇതിലേക്ക് വരും. അപ്പം അതിനാണ്. ഇത് ഒന്ന് ആവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വറുക്കാം. അപ്പോൾ താളകത്തിനുള്ള പച്ചക്കറികൾ അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് തോരപ്പരിപ്പ് ഒരു പിടി അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് പൊടിക്കണം, വറുത്ത് അരയ്ക്കണം. ബേസിക്കലി ഇവിടെ കാണുന്നത് 1 സ്പൂൺ തോരപ്പരിപ്പ് എടുക്കാം. ഞാനിവിടെ മസൂർ ദാളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ തോരപ്പരിപ്പ് ഉപയോഗിക്കാറില്ല. ഇവിടെ 1/2 സ്പൂൺ കടലപ്പരിപ്പ്, 1/2 സ്പൂൺ എന്താ പറയുക, ഉഴുന്നുപരിപ്പ്. ഇതാണ് ആദ്യം ഇടുന്നത്. ഇതെല്ലാം നമുക്ക് ചോപ്പ് കളർ ആവണ വരയ്ക്കും വറുത്തെടുക്കണം. സിമ്മിൽ വെച്ചോളൂ. നല്ല ഗോൾഡൻ കളറിൽ എടുക്കണം കേട്ടോളൂ മസാല. അതായത് നമ്മുടെ പ്രോസസ്സൊക്കെ കാണുമ്പോൾ ഏകദേശം സാമ്പാറിന്റെ ഒരു രൂപം പോലെ തോന്നും. എനിക്ക് തോന്നുന്നു ഏതോ ഒരു വല്യമ്മയുടെയോ ഇളയമ്മയുടെയോ മകളാണോ തോന്നുന്നുണ്ട് താളകം. എന്താ വെച്ചാൽ അതുപോലെയൊക്കെ തന്നെയാണ്. കഴിക്കാൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ പ്രോസസ്സൊക്കെ നോക്കണ സമയത്തുണ്ടല്ലോ, മസാല കൂട്ടൊക്കെ അത് പണ്ട് കാലത്ത് ഒരു റീസൺ ഇല്ലാണ്ട് അവർ വെക്കില്ലല്ലോ. അപ്പോൾ നല്ല ചോപ്പ് കളർ ആവട്ടെ. എന്നിട്ട് നമുക്കിതിനെ കോരി മാറ്റാം. പിന്നെ അടുത്തതിടാം. ഓക്കെ, ഏകദേശം നന്നായിട്ട് ചോത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റിയിട്ട് അടുത്തതിടാം. വറുത്ത് കോരിയതിന് ശേഷം ഇവിടെ 2 സ്പൂണ് തേങ്ങ, കറിവേപ്പില, ചതച്ച ഉണക്കമുളക്. താളകം പൊതുവേ ഒരു നം ടേസ്റ്റ് ആണ്. പക്ഷെ വീട്ടില് ജനറൽ ആയിട്ടുള്ള രീതിയിൽ കറി ഉണ്ടാക്കുമ്പോൾ
കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയാൽ അത് കൂട്ടി ഉണ്ണാൻ സുഖം ഉണ്ടാവും. അതല്ലാതെ താളകം സ്പൈസി അല്ലാട്ടുള്ളൂ, ഞാൻ സ്പൈസി ആയിട്ട് ഉണ്ടാക്കുകയാണ്. ഇത് കൂട്ടി ഉണ്ണണ്ടേ, ഇല്ലെങ്കിൽ ആകെ കൂടെ ഇമ്മണോന്നുണ്ടാവും കഴിക്കാനേ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആവണ വരയ്ക്കും വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കണ്ടോ, കൈവിടാതെ ഇളക്ക് തന്നെ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. നല്ല പുളിയുറുമ്പിൻ്റെ കളറായിട്ടുണ്ട് കേട്ടോ. ഇതാ ഓക്കെ. ഇനി ഇത് ഓഫ് ചെയ്യുക, മറ്റേതിൻ്റെ കൂടെ ഇടുക. എന്നിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ കൂടി നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ തിക്കായിട്ട് അരച്ചെടുക്കുക. ഇതാ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു, പകുതിയോളായിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് അതിലേക്ക് ഒഴിക്കണം, കുറച്ച് പുളി ഒഴിക്കണം. ആദ്യം ഇത് ആറാൻ വെക്കട്ടെ, എന്നിട്ട് ശേഷം കഷ്ണങ്ങളൊക്കെ ആയിരിക്കുന്നു. ഇനി വെന്ത ഒരു പിടി പരിപ്പ്, ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഉള്ള പുളി പിഴിഞ്ഞൊഴിച്ചോളൂ. ഞാൻ ഇവിടെ പേസ്റ്റാണ്, അതുകൊണ്ട് പിന്നെ വലിയ വിരോധമില്ല. ഇത് രണ്ടും കൂടി കടന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇതിൽ കൂടെ യോജിപ്പിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ആ പേസ്റ്റ് അരച്ചിട്ട് വരാം. ഓക്കെ, ആയി തിളച്ചിട്ടുണ്ട്. നോക്കൂ, നല്ല പുള്ളിയുടെ മണവും വരുന്നുണ്ട്. ഈ സമയത്ത് അരച്ചു വെച്ച ആ പേസ്റ്റ് കണ്ടോ, അതേ മണം. അതാ ഞാൻ പറഞ്ഞ് വറുത്തരച്ച സാമ്പാർ പോലെ ഉണ്ടാവുന്നു. പക്ഷെ അല്ല, ഡിഫറൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെയ്ക്കൊക്കെ കുറച്ചൊക്കെ അതുപോലെ ആയിരിക്കുമെങ്കിലും പരിപ്പ്, കഷ്ണം, തേങ്ങ, കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പൊക്കെ വറുത്തുവെങ്കിലും ഡിഫറൻസ് വരാൻ പോകുന്നത് ഇനിയാണ്. ഇതിലേക്ക് കുറച്ചും കൂടി ഈ മിക്സിയുടെ ജാറൊന്ന് ഒലുമ്പി ഒഴിക്കട്ടെ കേട്ടോ. ലേശം കൂടി വെള്ളമാക്കിയിട്ടുണ്ട്, നന്നായി തിളക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക, വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. പൊതുവെ ശർക്കര ഇടാറുണ്ട്, ഞാൻ ഇടാറില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഉണ് കഴിക്കണതല്ലേ, അതും വേറെ. എല്ലാം സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. ആ പുളിയും വറുത്തരച്ച ആ പരിപ്പിൻ്റെ മണവും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട്. എനിക്കെല്ലാം കറക്റ്റാണ്. ഈ സമയത്ത് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരേളം മധുരത്തോട് കൂടിയിട്ടാണ് താളകം ഉണ്ടാവുക. പക്ഷെ ഞാൻ ഇടുന്നില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല ഇങ്ങനെ എന്താണ് പറയുക, ഈ മസാലയിൽ കൂടെ ഞാൻ ആക്ച്വലി ഓത്തൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ എപ്പോഴും വെക്കുന്ന പോലെ ഇങ്ങനെ മധുരം ഇട്ടിട്ട് വെച്ചപ്പോൾ അന്നത്തെ ദിവസം എന്നോട് ചോദിച്ചു, ഇതെന്താ കൂട്ടുകറി വെള്ളത്തോടു കൂടി വെച്ചതാണോ എന്ന്. അപ്പോൾ അതോടുകൂടി നമ്മൾ ആ പരിപാടി നിർത്തി. അപ്പോൾ ഇതാ എരിവോട് കൂടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി തിളക്കരുത്, ഇനി ഓഫ് ചെയ്യുക. ഇനി നമുക്ക് വറുത്ത് കൊട്ടാനുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ വറുത്ത അതേ ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ മാറ്റിയിട്ടൊന്നുമില്ല. വെളിച്ചെണ്ണ 2 സ്പൂൺ, കടുക്, അതിലേക്ക് ഒരു പിടി തേങ്ങ. ഇത് നമ്മൾ എരിശ്ശേരിക്കൊക്കെ വറുത്തില്ലേ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട്, നല്ല ചോക്കനെ അതുപോലെ വറുക്കണം കേട്ടോ. നമ്മളിപ്പോൾ സാമ്പാറാണെങ്കിൽ ഇത് ചെയ്യില്ലല്ലോ, അപ്പം എന്തോ ഒരു വ്യത്യാസമുണ്ട്. അതാണ് ഈ പഴമ എന്ന് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരുടെ ഓരോ കറിയല്ലേ, ഉണ്ടാക്കി നോക്കൂട്ടോ, എന്തായാലും ഇഷ്ടമാവും. ഇതൊക്കെ മറന്നു പോയ രുചികളാണേ. ഇത് ഞാൻ ചൂട് ചോറും വടകം, കൊണ്ടാട്ടം അതിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോണത്. ചോറിന് നല്ല ഇനി ചോക്കനെ വറുത്തിട്ട് നോക്കുക. തേങ്ങ നല്ലപോലെ ചോക്കനെ വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങ എടുത്ത് ഒഴിക്കുന്നു. പ്രോസസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ
ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള താളകം റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ബിക്കോസ് ഇങ്ങനത്തെ കറികളൊന്നും ആരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇന്നത്തെ ജനറേഷൻ. അപ്പൊ നമ്മുടെ കടമയാണ് ഇതൊക്കെ ഒന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി ആ ഒരു എങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ അത് ചെയ്യാം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലവരുടെയും കമന്റ്സ് വരാറുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്തിട്ട് താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും ഒരുപാട് റെസിപ്പിയുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ താളകം എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മട്ടേരി ചോറിന് പകരം പച്ചരി ചോറ് എടുക്കുക, അതാണ് സൂപ്പർ കോമ്പിനേഷൻ. അത് മാത്രമല്ല വടകം കൊണ്ടാട്ടം, ഈ വടകം കൊണ്ടാട്ടത്തിൽ ഈ കൊണ്ടാട്ടം ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടാട്ടം അരിക്കൊണ്ടാട്ടം കാണിച്ചു തരുമോന്ന്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതേ പച്ചരി വെച്ചിട്ട് തന്നെയാണ് അതും ഉണ്ടാക്കിയിരിക്കുന്നത്. അതും പഴയ ചോറ് വെച്ചിട്ടാണ് ഞാൻ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ താളകം ഇങ്ങനെയാണ് സെർവ് ചെയ്യണതും കഴിക്കുന്നതും. ലേശം എടുത്തിട്ട് എന്താ മണം അറിയോ? ആ പരിപ്പിന്റെ മണമാണ് കൂടുതലും. കൊണ്ടാട്ടവും വടകവും ബെസ്റ്റ് കോമ്പിനേഷൻ. അമേസിങ്. നോക്കൂ, ഈ കൊണ്ടാട്ടം ഞാൻ കഴിച്ചു കാണിച്ചു തരാം. എത്ര ക്രിസ്പി ആണെന്ന് കാണിച്ചു തരാട്ടുള്ളൂ. ഇത്രയും ക്രിസ്പി ആയിട്ട് പഴയ ചോറ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത റെസിപ്പി എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദുബായിൽ കുറച്ച് മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഉണങ്ങാൻ പറ്റണ്ടേ, നല്ലോണം ഉണങ്ങണം, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ണട്ടെ. നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നോക്കാം, ഇഷ്ടാവും ഉറപ്പായിട്ടും, ഗ്യാരണ്ടി എൻ്റെ. ഓക്കെ, അടുത്ത റെസിപ്പിയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.